ഇന്നലെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് മാവേലിക്കര മണ്ഡലത്തിലായിരുന്നു. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അരുൺകുമാറിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ മണ്ഡലത്തിലെ 3 കേന്ദ്രങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തത്. ബിജെപിയുടെ ജനദ്രോഹ നയങ്ങളും അതിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ സമീപനങ്ങളും തുറന്നു കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ മാവേലിക്കര മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം നടന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ ഭരണിക്കാവിലായിരുന്നു. 10,000ങ്ങളെ സാക്ഷി നിർത്തിയാണ് മുഖ്യമന്ത്രി മാവേലിക്കര മണ്ഡലത്തിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സംസാരിച്ചത്. പ്രധാനമായും കോൺഗ്രസ് ജനങ്ങളോട് കാണിക്കുന്ന കള്ളത്തരങ്ങൾ തുറന്നു കാട്ടുക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്. സിപിഎമ്മിന്റെ പ്രകടനപത്രിക 2 ദിവസം മുൻപ് വന്നു. സിപിഐയുടേത് ഇന്നലെ വന്നു. ഇതിലെല്ലാം അർത്ഥശങ്കൾക്കിടയില്ലാതെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസിന് ഒന്നും പറയാനില്ല. 2025 RSS ജന്മം കൊണ്ടിട്ട് 100 വർഷം തികയുകയാണ്. അപ്പോൾ ആ അജണ്ട നടപ്പാക്കാനാണ് BJP ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന് എങ്ങനെയാണ് ആ അജണ്ടയോട് യോജിപ്പ് വരുന്നത്? എന്താണ് ആ അജണ്ടയെ എതിർക്കാൻ പറ്റാത്തത്? കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസുകാർ. ഇന്ന് അവർക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസ് കേന്ദ്ര ഏജൻസികൾക്കൊപ്പം അവർക്കെതിരെ വരുമ്പോൾ മാത്രം തിരിയും. കുന്നത്തൂർ, ചെന്നിത്തല, പത്തനാപുരം ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ നടന്നത്. മന്ത്രിമാരും MLA-മാരും അടക്കം വലിയ ജനപ്രതിനിധികളും നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ എത്തി. കൈരളി ന്യൂസ്, ആലപ്പുഴ.